നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി കൊച്ചിയിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ശേഷവും തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ ഫേറ്റ് എന്താണെന്നുള്ളത്. അത് മാത്രമല്ലാതെ ഇന്ന് ഒരു വിപരീത തരംഗമുണ്ടെന്ന് കരുതുന്ന മിക്ക ആൾക്കാരും അത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും? നേതൃത്വ പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു ആൾക്കാരുടെ. എന്താണ് തന്നെ കോൺഗ്രസിനെ ഒരു റിവൈവൽ കേരളത്തിൽ നിന്നും? ഞാൻ കേൾക്കുന്നത് ആസാമിൽ നിന്നുള്ള ന്യൂസും പകുതി പോസിറ്റീവാണ്. കേരളത്തിലെ പോലെ മുഴുവൻ പോസിറ്റീവ് അല്ല, പകുതി പോസിറ്റീവാണ്. അവിടെ അവർക്കൊരു ചാൻസ് ഉണ്ട് എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ദേശീയമായി കോൺഗ്രസിന് ഒരു വലിയ, ഇംഗ്ലീഷിൽ പറയുന്ന ഷോട്ട് ഇൻ ദ ആം ആയിരിക്കും. അത് ഇന്ത്യ ടോപ്പിലേക്കും മാറും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ ഇതിൽ എങ്ങനെ നിൽക്കാൻ കഴിയും? അതെ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലും അതിന്റെ ഭാവി നിർണയിക്കുന്നത് കേരളത്തിൽ അതിന്റെ ഭാവി നിർണയിക്കുക. രണ്ട്, ദേശീയ തലത്തിൽ പോലും കോൺഗ്രസിന് ബംഗാളിൽ സാധ്യതയില്ല, തമിഴ്നാട്ടിൽ സാധ്യതയില്ല, ആസാമിൽ നമുക്ക് അറിഞ്ഞുകൂടാ. ആസാം ഒരു പരീക്ഷണശാലയാണ് RSSന്റെ. ആ തെരഞ്ഞെടുപ്പ് എങ്ങനെ വരുമെന്ന് പറയാൻ കഴിയുകയില്ല. അപ്പോൾ കേരളത്തിലെ വിജയം കോൺഗ്രസിന്റെ കേരളത്തിലെ നിലനിൽപ്പിനും ദേശീയ തലത്തിലുള്ള നിലനിൽപ്പിനും വളരെ 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 പ്രധാനമാണ്. അത് പലരും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതിന് നമുക്ക് വിയോജിപ്പിന്റെ പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ആണ് കേരളത്തിലെ മാധ്യമ അന്തരീക്ഷവും അതിന്റെ സോഷ്യൽ മീഡിയ ഇക്കോസിസ്റ്റവും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനും അത് തന്നെയാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും UDFന്റെ മുൻകൈ ഉണ്ടാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കും. അതിൽ നിശ്ചയമായും കോൺഗ്രസിന്റെ നേതൃത്വം, കാരണം നമുക്ക് ഏറ്റവും വലിയ ഒരു തരംഗത്തിൽ ഒരുപക്ഷെ സംഭവിക്കാവുന്നത്, അത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യം, കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുക എന്നൊരു കാര്യം ആരും ആലോചിച്ച് കണ്ടില്ല. 71 സീറ്റ് സ്വതന്ത്രമായി കോൺഗ്രസിന് കിട്ടാൻ അതിനത്രയും അവർ മത്സരിക്കുന്നുണ്ട്. വേറെ മുഖ്യ കക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു വൻ തരംഗമാണെങ്കിൽ കോൺഗ്രസിന് അത് വലിയ വിജയമായിരിക്കും. വലിയ വിജയം എന്ന് പറഞ്ഞാൽ ചരിത്ര പ്രാധാന്യമുള്ളൊരു വിജയമായിരിക്കും കോൺഗ്രസിന്. അത് പറയാൻ നമുക്ക് പറ്റില്ല, ഇപ്പോൾ പറയാൻ കഴിയില്ല. രണ്ട്, ഇതിനിടയ്ക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ കണക്ക് കൂട്ടലുകളും വിവിധ ക്യാമ്പുകളിൽ നിന്ന് ഞാൻ നേരിട്ട് കേൾക്കുന്ന ഒരു കാര്യം അതുകൂടി നമുക്ക് പറഞ്ഞുകൊണ്ട് മാത്രമേ കോൺഗ്രസിന്റെ വിജയസാധ്യത, UDF വിജയസാധ്യതയെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടില്ല. ഈ നമ്മളുടെ വോട്ടുകളുടെ കണക്ക് പുറത്തു വന്നപ്പോൾ അത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോയ സ്ത്രീകളുടെ വമ്പിച്ച പങ്കാളിത്തം, അത് വേണ്ടത്ര നമ്മളുടെ സൂക്ഷ്മമായ വിശകലനത്തിന് വിധേയമായിട്ടില്ല. അപ്പോൾ അതിലെനിക്ക് കാണുന്ന ഒരു കാര്യം, ആ സ്ത്രീകളുടെ വൻ പങ്കാളിത്തത്തിന് ഒരുപക്ഷെ LDFന് അനുകൂലമായ സ്ത്രീകളുടെ സൗജന്യങ്ങളും അവർക്ക് കിട്ടിയ പെൻഷനും അവരുടെ തുടങ്ങിയ അടിത്തട്ടിലുള്ള സ്ത്രീകളുടെ ഉത്സാഹത്തിന്റെ ബലമാണ് നമ്മൾ കണ്ടതെങ്കിൽ അത് LDFന് അനുകൂലമായ ഒരു കാര്യമാകാം. അല്ല, നമ്മൾ കണ്ടത് ശൂദ്ര സ്ത്രീകളുടെ നാമജപ സംഘത്തിന്റെയും മറ്റും പങ്കെടുത്തിരുന്ന സ്ത്രീകളുടെ ആധിക്യമാണെങ്കിൽ അത് BJPയെ സഹായിച്ചേക്കാം. നേരെ മറിച്ച് മുസ്ലിം, ക്രിസ്ത്യൻ സ്ത്രീകളുടെ ഉത്സാഹമാണ് നമ്മൾ കണ്ടതെങ്കിൽ അത് UDFനെ സഹായിച്ചേക്കാം. ഇപ്പൊ നമ്മൾ ജാതിയും മതവും പറയാതെ കേരളത്തിലെ രാഷ്ട്രീയം സംസാരിക്കുക എന്നുള്ളത് വെറും ഒരു ആദർശാത്മക വിഡിത്തം മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ സ്ത്രീകളുടെ വൻ വോട്ടിംഗ് ഒരു ചെറിയ നേരിയ പ്രതീക്ഷ LDF ക്യാമ്പിൽ പലയിടത്തുനിന്നും കേൾക്കുന്നു. രണ്ട്, ഇനി കോൺഗ്രസിന്റെ ഭാവി പ്രവചിക്കുമ്പോൾ നമുക്ക് ഈ ചിന്തിക്കേണ്ട ഒരു കാര്യം, പിണറായി വിരുദ്ധ വോട്ടുകൾ ഏതെങ്കിലും അടിസ്ഥാനത്തിൽ വിഭജിച്ചു പോയിട്ടുണ്ടോ? ഇതൊരു അടിസ്ഥാന ചോദ്യമാണ്. കാരണം BJPയുടെ പെർഫോമൻസ്, അവരുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി ആവില്ലേ കോൺഗ്രസിന്റെ ഭൂരിപക്ഷത്തിന്റെ കണക്ക്?
ഇതാണ് ഞാൻ ചോദിക്കുന്ന ഒരു പ്രശ്നം. ഇത് നമ്മള് കോൺഗ്രസിനെ പറ്റി ചർച്ച ചെയ്യുന്നതിന് താങ്കൾ ഇത് ഇത്രയും പറഞ്ഞോട്ട് ഞാൻ എന്ത് പറഞ്ഞോട്ട്, ഞാൻ കോൺഗ്രസിലെ തിരുവനന്തപുരത്ത് വളരെ സീനിയറായിട്ടുള്ള ഈ ഇന്നർ സർക്കിൾ ആക്സസ് ഉള്ള ചിലരുമായിട്ടൊക്കെ സംസാരിച്ചു. അവർ പറയുന്നത് അവരുടെ എക്സ്പെക്ടേഷൻ 85 സീറ്റ് വരെ UDF കിട്ടും എന്നാണ് അവരുടെ മിനിമം എക്സ്പെക്ടേഷൻ. അതിന് മേലോട്ട് പോകുമെങ്കിൽ നല്ലത്. ഏതായാലും അവർക്ക് 85 കിട്ടും. പിന്നെ വേറൊന്ന്, എല്ലാ ഇലക്ഷനിലും ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകളെ മങ്ങലേൽപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. എല്ലാ ഇലക്ഷനിലും ഏതെങ്കിലും ഭരിക്കുന്ന നേതാവിൻ്റെയോ പാർട്ടിയുടെയോ സ്റ്റേക്സ് അല്ലെങ്കിൽ അവരുടെ ജനപ്രീതി താഴോട്ട് പോകുമ്പോൾ ഇവിടെ പോയി നിൽക്കും എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അത് അന്നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് തടഞ്ഞു നിൽക്കുന്നത് ചിലപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ചില ഇൻഡിവിജ്വലായിട്ട്, ഇപ്പോൾ വാസവനാണെങ്കിലും തിരുവമ്പാടിയിലെ സഖാവാണെങ്കിലും ആ ലോക്കൽ ആൾക്കാരുമായിട്ട് ഞാൻ കേട്ടത്, താങ്കൾ പറഞ്ഞ കട്ടാക്കട ഞാൻ പെട്ടെയും തിരക്കി. അവിടെ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ ആ സ്ഥാനാർത്ഥി ലോക്കലി വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് BJPയുടെ ഹിന്ദു കൺസോൾട്ടേഷനെ തടയിടാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള സംഭവം നടക്കും എന്നുള്ള സത്യമാണ്. ആന്റി ഇൻകംബൻസി, അതായത് പിണറായിക്കെതിരായ വോട്ട് കോൺഗ്രസിലും BJPയിലുമായി വിഭജിച്ചു പോകുന്നതിലൂടെ പിണറായി നയിക്കുന്ന LDFന് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ ഇല്ലയോ എന്നതാണ് ഒരു യഥാർത്ഥ മെഗാ പ്രശ്നം. അതെങ്ങനെയാണ് സർ, നമുക്കൊക്കെ അറിയാം. ഞങ്ങള് എൻ്റെ നാട്ടിൽ തന്നെ കേട്ടിട്ടുണ്ട്. അവിടുത്തെ വളരെ ഞങ്ങളുടെയൊക്കെ കുടുംബ ബന്ധമുള്ള നായർ തറവാടുകളിൽ അവരെ പറ്റി പറയാറുണ്ട്. അവര് പകൽ വെളിച്ചത്തിൽ കോൺഗ്രസ്സുകാരും വൈകുന്നേരം ആകുമ്പോൾ RSS ആകുന്ന ആൾക്കാരാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ ഇപ്പൊ അവിടെ ജയിക്കാൻ സാധ്യതയുള്ളത് BJP അല്ല എന്ന് അവർക്കറിയുമ്പോൾ അവർ മിക്കവാറും വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിനായിരിക്കും. എന്ന് വെച്ചാൽ അവരുടെ ഡീഫോൾട്ട് പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഒരു ട്രെൻഡ് കൂടെ അവിടെ ഉണ്ട്. ഈ കോൺഗ്രസ് അല്ല, പിന്നെ താങ്കൾ ഇത് ഈ പറഞ്ഞതുകൊണ്ട് താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് NSS താലൂക്ക് കമ്മിറ്റി ഐഷ പോറ്റിക്ക് വോട്ട് ചെയ്യണം, അതായത് എന്ന് ഒരു നിർദ്ദേശം വ്യക്തമായി കൊടുത്തിരിക്കുന്നു അവർ അതിനത്തിന്റെ NSSന്റെ കരയോഗങ്ങൾക്ക്. അതെന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ഒരു ബ്രാഹ്മണ സ്ത്രീയായ ഒരു നായർ. അല്ല, അതെ ഞാനെപ്പോഴും കേൾക്കുന്ന ഒരു സംഗതിയുണ്ട്. ശ്രീ സുകുമാരൻ നായർ ഞാൻ പറയുന്നത് നമ്മൾ ആദ്യം കരുതിയ മാത്രം ധരിക്കുന്ന സുകുമാരൻ നായരുടെ NSSന്റെ ചീഫിന്റെ പൊളിറ്റിക്സ് എന്താണെന്ന് അദ്ദേഹം പറയുന്നില്ലെങ്കിലും സമദൂരം എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് അറിയാം അത് കോൺഗ്രസിനെ. അതെ, ഞാൻ കേട്ട കാര്യം അറിയിച്ചെന്നേ ഉള്ളൂ, അത്രേ. അപ്പൊ അതുകൊണ്ട് കുറെ ഇമ്പോണ്ടറബിൾസ് കോൺഗ്രസിന്റെ പെർഫോമൻസിനെ കുറിച്ച് ഇനിയും ഉണ്ടെന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കോൺഗ്രസിന്റെ പെർഫോമൻസിനെ കുറിച്ച്. ഓക്കെ സർ, പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ഇതേ ഉള്ളൂ. ഈ കേരളത്തിന്റെ ഇലക്ഷന്റെ റിസൾട്ട് എപ്പോഴും തീരുമാനിക്കുന്നത് 3 മുതൽ 5% വോട്ടാണ്. അത് ആരുടെയാണെന്ന് ഇതുവരെ ആരും ഗണിച്ചെടുത്തിട്ടില്ല ഒരു സർവേയും. നമ്മൾ ആരും അതിനെപ്പറ്റി ആരൊക്കെയാണ് ഈ 5 മുതൽ 3% അവർ തീരുമാനിക്കുകയാണ്. ഈ പ്രാവശ്യം സർക്കാർ മാറണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടന്നിരിക്കും. അങ്ങനെയാണ് കേരളത്തിന്റെ ഒരു ചരിത്രം, ഇലക്ട്രൽ ഹിസ്റ്ററി അതാണ്. അപ്പോൾ അവിടെയാണ് ഈ പബ്ലിക് ഒപ്പീനിയന്റെ പ്രസക്തി ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നത് അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പബ്ലിക് ഒപ്പീനിയൻ, ജനറൽ ഒപ്പീനിയൻ എവിടെ പോകുന്നു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അതാണ് നമ്മളൊക്കെ പറയുന്നത്. UDFന് മേൽക്കമേ ഉണ്ടെന്ന് നമുക്കൊക്കെ തോന്നുന്നതിനൊരു കാരണം അതാണ്. പക്ഷെ അത് നടക്കണമെന്നില്ല താങ്കൾ പറഞ്ഞ പോലെ. അല്ല, മനസ്സിലായി. താങ്കൾ പറയുന്ന സ്വിംഗ് വോട്ടുകൾ ഇത്തവണ UDFന് അനുകൂലമാകാനാണ് സാധ്യത. അതിനോടൊപ്പം ഒരു കാര്യം, സ്വിംഗ് വോട്ട് മാത്രമല്ല, പുതിയതായി ചേർക്കപ്പെട്ട 18 വയസ്സിന് ശേഷമുള്ള വോട്ടുകളുടെ ഗണ്യമാണ് ഈ SIRന് ശേഷം. അപ്പൊ 2 ഫാക്ടറാണ് ഇപ്പൊ താങ്കൾ പറയുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പുതിയ ചേർത്ത വോട്ടുകൾ എങ്ങനെ പോകുന്നു, സ്വിംഗ് വോട്ട് UDFന് അനുകൂലമാണോ അതോ BJPക്ക് അനുകൂലമാണോ അതോ LDFന്റെ പിണറായി വിജയന്റെ വികസന നയത്തിന് അനുകൂലമാണോ എന്ന കാര്യം നമുക്ക് വീണ്ടും അങ്ങനെ
ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല. കാരണം അത് അത്ര പ്രകടമാവുന്നില്ല. ഈ സ്വിംഗ് വോട്ടും പുതിയ വോട്ടുകളും പ്രകടമാവുന്നില്ല. അതിൽ അതിന് മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. അല്ല, അത് കാത്തിരിക്കാം. അതെ, എന്തായാലും കാത്തിരിക്കണം. അത് ഏത് തിരഞ്ഞെടുപ്പിനും എല്ലാം കാത്തിരിക്കണം. പക്ഷെ നമ്മൾ ഇവിടെ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ വിദഗ്ധരാണല്ലോ. നമ്മൾ രണ്ടുപേരും വിദഗ്ധരായിട്ടാണ് ഇപ്പൊ ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പൊ കാത്തിരിക്കാൻ പറയാൻ നമ്മൾ വേണ്ട. അവരെല്ലാവരും കാത്തിരിക്കുന്നത് ചെയ്യും. നമുക്ക് ഉറപ്പിച്ച് സർ, കോൺഗ്രസിന്റെ പല നേതാക്കളും ഇപ്പോൾ തന്നെ അവർ മുഖ്യമന്ത്രിമാരെ ഇന്ന ആള് വേണം എന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞു. 3 പേരുടെ പേരായിരുന്നു ആദ്യം കേട്ടിരുന്നത്. ഇപ്പോൾ അത് 2ആയി ചുരുങ്ങിയിരിക്കുന്നു. അതായത് KC വേണുഗോപാലും സതീശനും. KC വേണുഗോപാലിനെയാണ് കൂടുതൽ പേർ പ്രകടമായി മുമ്പിൽ വന്നത്. സുധാകരനാകട്ടെ, ഇന്ന് ശിവകുമാർ ആകട്ടെ, അങ്ങനെ പലരും വന്നുകൊണ്ടേയിരിക്കുന്നു. സതീശന്റെ ഒരു അനുയായിയാണല്ലോ എറണാകുളത്ത് തുടങ്ങി വെച്ചത്. എറണാകുളത്ത് നിന്ന് ആകണം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് താങ്കളുടെ റീഡിങ് എന്താണ്? കേരളത്തിൽ UDF ചാൻസ് ഉണ്ടെങ്കിൽ ആരാകും മുഖ്യമന്ത്രി എന്നാണ് താങ്കളുടെ? 2 കാര്യങ്ങളാണ് ഇത് നിർണയിക്കുക. ഒന്ന്, തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാർ ആരുടെ കൂട്ടത്തിൽ ആരുടെ നേതൃത്വം അംഗീകരിച്ചു വന്നവരാണ്. ഇത് അടിസ്ഥാന പ്രശ്നമാണ് കോൺഗ്രസിൽ. അതിനപ്പുറം ഒരു കണക്കില്ല. ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരുടെ എണ്ണം അതെത്രയാണെന്ന് നമുക്ക് എന്തായാലും 50-ന് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ നമ്മുടെ ഒരു കണക്കിൽ അവരുടെ പാർലമെന്ററി പാർട്ടിയിൽ 50-നേറെ ആളുകൾ ഉണ്ടാവുമെന്നാണ് കരുതപ്പെടുന്നത്. അതിൽ ബഹുഭൂരിപക്ഷം MLA-മാരും ആരെയാണ് ആഗ്രഹിക്കുന്നത്? ഇതിൽ യാതൊരു സംശയവുമില്ല. അത് നിർണായകമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഖാർഗെ ഇതിൽ തീരുമാനമെടുക്കുകയുള്ളൂ. അല്ലാതെ രാഹുൽ ഗാന്ധിയുടെയും ഖാർഗെയും ഒന്നും ഇഷ്ടപ്രകാരം ഒരാളെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കില്ല. MLA-മാരുടെ നേരിട്ട് ഹിതമറിഞ്ഞ ശേഷം ഇവിടെ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്ത അതേ മാർഗത്തിലൂടെ ദേശീയ നേതൃത്വം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അല്ലാതെ 2 കാര്യങ്ങൾ. ഒന്ന്, കേരളത്തിലെ MLA-മാരിൽ ബഹുഭൂരിപക്ഷം ആരുടെ സ്ഥാനാർത്ഥികളായിരുന്നു? സതീശൻ ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ സതീശനെ പിന്തുണയ്ക്കുന്ന എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു? അവരുടെ വിജയ ശതമാനം എത്രയാണ്? അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ കൂടെ നിന്നിരുന്നവരിൽ എത്രയുണ്ട്? KC വേണുഗോപാൽ സ്ഥാനാർത്ഥിത്വം സംഘടിപ്പിച്ചു കൊടുക്കുകയോ സഹായിക്കുകയോ ചെയ്ത MLA-മാർ എത്രയുണ്ട്? അപ്പൊ നമ്മൾക്ക് ഇത് 3 പേരുടെ പേര് മാത്രമല്ലേ താങ്കൾ ഇപ്പോൾ പറഞ്ഞുള്ളൂ, അല്ലെ? KC, രമേശ്, സതീഷ്, അല്ലെ? നാലാമത് ഒരു ഡാർക്ക് ഹോഴ്സ്, ഒരാൾ വേണമെങ്കിൽ വരാം MLA-മാരുടെ ഇടയിൽ. ഞാനൊരു കാര്യം പറയട്ടെ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ താങ്കൾ മറന്നോ? പഴയ പടക്കുതിര. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരാരും പറയാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവരെ പോലെ തന്നെ ഒരു 4-മനായി നിങ്ങൾക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. പക്ഷെ ഇവിടെ കാണുന്ന ഒരു കാര്യം, ഇപ്പൊ ജയിക്കുകയും ഈ പറയുന്നത് ജയിച്ച് അവരുടെ മന്ത്രിസഭ ഉണ്ടാക്കുന്ന സമയത്ത് വരുന്ന ഒരു യഥാർത്ഥ പ്രശ്നം, ഇത് ജാതി സമവാക്യങ്ങൾ ഇത്തവണ കോൺഗ്രസിന് പാലിക്കാൻ വലിയ ബുദ്ധിമുട്ടാവും. കാരണം ഒരു നായർ ആധിക്യം, നേതൃത്വത്തിലെ നായർ ആധിക്യം. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ KC വേണുഗോപാൽ, സതീശൻ, രമേശ്, ഞാൻ കൂട്ടിച്ചേർത്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവരെല്ലാം നായന്മാരാണ്. നായന്മാരാണെന്നും മാത്രമല്ല, അതിലൊരു പക്ഷേ സതീശൻ ഒഴികെ ബാക്കി എല്ലാവരെയും NSS നേതൃത്വം ഇഷ്ടപ്പെടുന്നവരുമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്രയും ബാഹുല്യം, ഈ നായർ ബാഹുല്യം നേതൃത്വത്തിൽ ഉള്ളപ്പോൾ ഒരു കാര്യമുണ്ട്, നായന്മാരുടെ വോട്ട് കൊണ്ടായിരിക്കില്ല ഇത്തവണ UDF ജയിക്കുന്നത് മുസ്ലിങ്ങളുടെയും LDF-ൽ നിന്ന് നിരാശരായി വന്ന ഈഴവരുടെയും ക്രിസ്ത്യാനികളുടെ കൺസോളിഡേഷന്റെയും ഫലമായിട്ടാണ്. അപ്പൊ ഈ നായർ നേതാക്കളുടെ ബാഹുല്യം എങ്ങനെ അവർ പരിഹരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം. കാരണം ഇനി വേറൊരാളെ നിങ്ങൾ എടുത്തു നോക്കൂ, കെ മുരളീധരൻ. തലമൂത്ത നേതാക്കൾ പറയുമ്പോൾ അദ്ദേഹം ചെറിയ ആളല്ലല്ലോ. വളരെ 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 താരശോഭയുള്ള നേതാവ്, എവിടെയും പാർട്ടിയെ സഹായിക്കാൻ എത്തുന്ന കോൺഗ്രസ് നേതാവ്. അപ്പൊ അദ്ദേഹവും ഒരു നായരാണ്. അപ്പൊ അത് യഥാർത്ഥ പ്രശ്നം. കേരളത്തിൽ ഒരു നായർ മുഖ്യമന്ത്രി ആയിരിക്കും UDF-ന്റെ എന്നുള്ള ഒരു ചെറിയ തീരുമാനത്തിലേക്ക് നമുക്കിപ്പോൾ എത്താം. അത് വളരെ കൃത്യമാണ്.
അല്ലെ? താങ്കൾ എന്ന് പറയുന്നു ഞാൻ കേട്ടത് താങ്കൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ MLA-മാരുടെ പ്രിഫറൻസ്, ഞാൻ കേട്ടത് മിക്ക MLA-മാരുടെയും തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിരുന്നു. അല്ല, എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അത്രയ്ക്ക് ആഴത്തിൽ എനിക്ക് കോൺഗ്രസിൽ ബന്ധങ്ങളില്ല. അത്രയ്ക്ക് ആരെയാണ് എനിക്കറിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ പലരും മുന്നോട്ട് വെക്കുന്നത് എന്ന് കേൾക്കും. അദ്ദേഹത്തിന് അത്രയും MLA-മാരുടെ പിന്തുണയുണ്ടോ? ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരിൽ ഉണ്ടാകുമോ? ഈ പേര് അദ്ദേഹത്തിന്റെ പേര് മുന്നോട്ട് വെക്കുന്നവർക്ക് തീർച്ചയായും അതിന്റെ ഗുണഫലങ്ങൾ കിട്ടിക്കാണും. അതായിരിക്കും ആര് വെക്കുന്നത്. അല്ല, അപ്പോൾ അതൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ KC വേണുഗോപാൽ കേരളത്തിലെ പടനായകനായിരുന്നു കോൺഗ്രസിന്റെ? ഒരിക്കലുമല്ല. പിണറായിയുടെ 5 വർഷക്കാലം കോൺഗ്രസിന്റെ പൊരുതുന്ന മുഖം സതീശനായിരുന്നു. അത് കേരളത്തിലെ ഓരോ കോൺഗ്രസ്സുകാരനും ആർക്കും അറിയാം.